പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NASൻ്റെ +2 ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സിൽ വരുന്ന എക്കണോമിക്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. കോറിലേഷൻ അനാലിസിസിലെ റാങ്ക് കോറിലേഷൻ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം അവർ പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% ഒഴിവാക്കിയിട്ടുണ്ട്. 60% ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോറിലേഷനിൽ മറ്റുള്ള മെത്തേഡുകൾ പഠിച്ചു കഴിഞ്ഞു. സ്പൈഡർമാൻ കാൾപേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും സ്കാറ്റർ ഡയഗ്രാമും അതുപോലെ കോറിലേഷൻ എന്താണെന്നുള്ളതും ടൈപ്സ് ഓഫ് കോറിലേഷനും ഡിഗ്രി ഓഫ് കോറിലേഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മെത്തേഡിൽ എടുക്കാൻ പോകുന്ന അവസാനത്തേതാണ് റാങ്ക് കോറിലേഷൻ ആണ്. റാങ്ക് കോറിലേഷനിൽ തന്നെ 2 രീതിയിലുണ്ട്. റാങ്ക് തന്നിട്ടുള്ളതും അതേപോലെ തന്നെ റാങ്ക് തരാത്ത രീതിയിലുള്ളതും. അതിന് രണ്ടിനും ഒരേ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് റിപ്പീറ്റഡ് റാങ്ക് വന്നാൽ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. അതിന് സെപ്പറേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ റാങ്ക് തന്നാൽ എങ്ങനെയൊക്കെയാണ്, റാങ്ക് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു 15 വിദ്യാർത്ഥികളുണ്ട്. ഈ 15 വിദ്യാർത്ഥികൾക്ക് 2 സബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് മലയാളം എന്ന് വിചാരിക്കാം. ഓരോ വിഷയത്തിന് കിട്ടിയ റാങ്ക് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മുതൽ 15 വരെ റാങ്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് റാങ്ക് തന്നുകൂടും എന്നുള്ളത് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ 1ാം റാങ്ക് കിട്ടിയപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിയുടെ മലയാളത്തിന്റെ റാങ്ക് 10ആണ്. അതേപോലെ തന്നെ രണ്ടാമതൊരു വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിൽ 2ാം റാങ്ക് കിട്ടിയപ്പോൾ മലയാളത്തിൽ 7ാം റാങ്കാണ്. 3ാം റാങ്ക് കിട്ടിയപ്പോൾ 2ാം റാങ്കാണ്. 4ാം റാങ്ക് കിട്ടിയപ്പോൾ അടുത്ത വിഷയത്തിന് 6ാം റാങ്ക്. ഇങ്ങനെയാണ് തന്നത്. ഇത് വെച്ച് കണ്ടുപിടിക്കണം. ഇനി റാങ്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻസിൽ ഇത് റാങ്ക് അല്ല എന്ന് പറയാം. റാങ്ക് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വിഷയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിലെത്ര 15ആണ്. അപ്പോൾ 15 നേരെ നമ്മൾ ഇവിടെ റാങ്ക് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് 15 നേരെ 1 എന്നിട്ട് കൊടുക്കുക. തൊട്ട് താഴെ 14 നേരെ 2 ഇട്ട് കൊടുക്കുക. ഇത് A എന്നുള്ളത്. ഇതൊരു B എന്നുള്ളതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും വലുത് 15ആണ്. 15 നേരെ 1 ഇട്ട് കൊടുക്കുക. അതിന് തൊട്ട് താഴെ സംഖ്യയുടെ വലുപ്പം അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, റാങ്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ റാങ്ക് ഇട്ട സ്ഥിതിക്ക് നമ്മൾ റാങ്ക് ഇട്ട ആവശ്യമില്ല. നേരെ ഇക്വേഷൻ കൊടുത്താൽ 6 നമ്പർ റാങ്ക് കോറിലേഷൻ ഈക്വൽ ടു 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻടു n സ്ക്വയർ മൈനസ് 1 ആണ്. നമുക്കതിന് വേണ്ട d സ്ക്വയർ ആണ്. d സ്ക്വയർ കിട്ടുന്നത് d ആണ്. d കിട്ടുന്നത് r മൈനസ് r2 ആണ്. r എന്ന് പറയുന്നത് ഇത് r1 ആണ്, ഇത് r2 ആണ്. ഫസ്റ്റ് കോളം റാങ്കിന്റെ റാങ്ക് തന്നിട്ടില്ലെങ്കിൽ r1 ഉം r2 നമ്മൾ കണ്ടുപിടിക്കണം. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും വലിയ സംഖ്യക്ക് നേരെ 1 കൊടുക്കുക, അതിന് തൊട്ട് താഴെ 2, അതിന്റെ തൊട്ട് അങ്ങനെ കൊടുത്തിട്ട് പിന്നെ r1 r2 മൈനസ് ചെയ്യണം. ഇവിടെ ഓൾറെഡി തന്നുകൊണ്ട് നമുക്ക് സുഖമാണ്. നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. 1 മൈനസ് 10, 1 മൈനസ് 10 ഇക്കട്ട് മൈനസ് 9, 2 മൈനസ് 7 ഇക്കട്ട് മൈനസ് 5, 3 മൈനസ് 2 1, 4 മൈനസ് 6 മൈനസ് 2, 5 മൈനസ് 4 1, 6 മൈനസ് 8 ഇതൊന്ന് മൈനസ് 2, 7 മൈനസ് 3 4, 8 മൈനസ് 1 7, 9 മൈനസ് 11 മൈനസ് 2, 10 മൈനസ് 15 മൈനസ് 5, അതേപോലെ 11 മൈനസ് 9 മൈനസ് 2 മൈനസ് 2, അതേപോലെ 12 മൈനസ് 5 7, അതേപോലെ തന്നെ 13 മൈനസ് 14 മൈനസ് 1, അതേപോലെ തന്നെ 14 മൈനസ് 12 2, 5 മൈനസ് 13 2. ഇനി ഇതിന്റെ സ്ക്വയർ ആണ് അടുത്ത കോളം കേട്ടോ. ഡി സ്ക്വയർ എന്ന് പറയും. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ന്റെ സ്ക്വയർ നോക്കാം, 81 മൈനസ് ഒഴിവാക്കാം. സ്ക്വയർ വരുമ്പോൾ 25, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, മൈനസ് ഒക്കെ പ്ലസ് സ്ക്വയർ വരുമ്പോൾ 16, 7ന്റെ സ്ക്വയർ 49, 2ന്റെ സ്ക്വയർ 4, 5ന്റെ സ്ക്വയർ 25, പിന്നെ അടുത്ത് 2ന്റെ സ്ക്വയർ 24, 7ന്റെ സ്ക്വയർ 49, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 2ന്റെ സ്ക്വയർ 4. ഇതെല്ലാം പ്ലസ് ചെയ്തു. എത്ര വരും? ഇതെല്ലാം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 209 ആണ് വരുന്നത് കേട്ടോ. സിഗ്മ ഡി സ്ക്വയർ ഇക്വേഷനിൽ r ഈക്വൽ ടു 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ 209 ഡിവൈഡ് ബൈ n നടക്കുന്നില്ല. എത്ര? 15 എണ്ണം. മൊത്തം എണ്ണി നോക്കിയാൽ 15 എണ്ണാണ്. അപ്പോൾ 15 ഇൻറ്റു 15 സ്ക്വയർ അല്ലേ, -1 ആണ്.
അപ്പോൾ 6നെ 209 കൊണ്ട് ആദ്യം ഗുണിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1254 ഡിവൈഡ് 15 ഇൻറ്റു 15 സ്ക്വയർ എത്ര? 15 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 15ന്റെ സ്ക്വയർ 225 ആണ്. 225 1 പോയ 224. അപ്പോൾ നമുക്ക് 1254 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 224. 15നെ 224 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 3360 കിട്ടും. ഓക്കെ, അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.627 ആണ്. എപ്പോഴും നമുക്കറിയാം കോറിലേഷന്റെ വാല്യൂ 1ലും താഴെയാണ്. +1 ആകാം, -1 ആകാം, അല്ലെങ്കിൽ 1ലും താഴേക്ക് വരാം. അങ്ങനെ രീതി. ഇതിപ്പോ നമുക്ക് റാങ്ക് തന്നുകൊണ്ടുള്ള വളരെ എളുപ്പമായി. റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ അഡീഷണൽ 2 കോളം കൂടി വരും. ഈ കോളത്തിന് പുറമെ R1ഉം R2ഉം നമ്മൾ കണ്ടുപിടിക്കണം. R1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിൽ ഏറ്റവും വലിയ നേരെ 1, പിന്നെ അതിന് തൊട്ട് താഴെ 2 അങ്ങനെ റാങ്ക് കൊടുക്കണം. R2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളത്തിൽ ഏറ്റവും വലുത് നേരെ 1, 2, 3 അങ്ങനെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ റാങ്ക് കൊടുക്കണം. ഇനി നമ്മൾ റിപ്പീറ്റഡ് റാങ്ക് അടുത്ത വീഡിയോസിൽ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. അതേപോലെ തന്നെ NSൻ്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ 1 മാസം കൊണ്ട് SSLC +2, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്രി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.